ശ്രീ എമ്പുരാൻ സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം അതിന്റെ നിർമ്മാതാക്കൾക്കെതിരെയുള്ള ED പരിശോധന നടക്കുകയാണ്. ഇത് എന്ത് സന്ദേശമാണ്? ഒരു തരത്തിലുള്ള വിമർശനവും പാടില്ല എന്നുള്ളതാണ്. എന്താണ് നമ്മൾ പണ്ടൊക്കെ എല്ലാവരും അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ. പക്ഷേ അതൊന്നും അല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത്. ഇതൊരു നല്ല കാര്യമല്ല. കാരണം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നല്ല. ഒരു നല്ല കാര്യമല്ല. കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. ഇപ്പം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതിന് അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ. അയാളെ ഞാനിവിടുന്ന് ഓടിച്ചില്ലല്ലോ, എനിക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു. അങ്ങേർക്ക് എന്നെ വിമർശിക്കാൻ, എന്റെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട്. അത് ഞാൻ കൈകടത്തേണ്ട കാര്യമില്ല. ഇന്നും അദ്ദേഹം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിന് മുൻനിരയിലുണ്ടായിരുന്നു. ഞാൻ ആളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. വിമർശനം വേണം. ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളെല്ലാവരും. നമുക്ക് അതിനെ കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല, അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. പാർലമെന്റ് അസംബ്ലിയിലെ രാഹുലിന്റെ അടുത്ത് നിൽക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തെ MLA ആണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസംഗിക്കുക. അത് ആ സമയത്ത് അവരുടെ ജോലിയാണ്. അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ്. അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ അതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല. അത് ഡെമോക്രസി ഒരു നല്ല കാര്യമല്ല. പിന്നെ മാത്രമല്ല, മനുഷ്യരല്ലേ നമ്മളെല്ലാം അങ്ങോട്ടും കണ്ടും മുണ്ടും കിടക്കുന്നവരല്ലേ. ഇതിനാണ് ഈ വൈരാഗ്യം രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ. അതിലൊന്നും കാര്യമില്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല.